ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും ഓൾമോസ്റ്റ് പെൺപിള്ളേരാണെങ്കിലും ആൺപിള്ളേരാണെങ്കിലും വീട്ടിലെ അമ്മമാരാണെങ്കിലും അച്ഛന്മാരൊക്കെ ആണെങ്കിലും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ ഉപ്പൂറ്റിയിൽ വിണ്ട് കയറുക. നമുക്ക് ഒരു ചെരുപ്പിട്ടുകൊണ്ട് പോകുമ്പോൾ തന്നെ നമ്മുടെ ഉപ്പൂറ്റി മാത്രം ഇങ്ങനെ വെളുത്ത് ഇരിക്കാറുണ്ട്, ഭയങ്കര ഡ്രൈ ആയിട്ട് ഇരിക്കാറുണ്ട്. അപ്പോൾ ഈ കൊച്ചിന് വെള്ളം കൂടി ഇല്ലാത്തത് കൊണ്ടാണ് എന്ന് പറയാറുണ്ട്. അതൊരു പരിധിവരെ ശരിയാണ്. വെള്ളം കുടിച്ചില്ലെങ്കിൽ നമ്മുടെ കാലും സ്കിന്നൊക്കെ നല്ലതായിട്ട് ഡ്രൈ ആവും, പ്രത്യേകിച്ച് നല്ല വേനൽക്കാലം കൂടാണ്. പക്ഷേ അതുകൊണ്ട് മാത്രം അല്ല, നമ്മൾ കുറച്ച് അത് കുറച്ചും കൂടെ ടേക്ക് കെയർ ചെയ്യേണ്ട ടൈം ആയതുകൊണ്ട് തന്നെയാണ് നമുക്കങ്ങനെ വിണ്ട് കയറല്ല, അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് വെളുത്തിരിക്കുന്നത് ഭയങ്കര വൃത്തികേടായിട്ട് നമുക്ക് തോന്നാറുണ്ട്. അപ്പം നമ്മൾ പല മെഡിസിൻസും നോക്കും, അത് കുറച്ച് നേരം തേക്കും, അപ്പോൾ അത് മാറും, പക്ഷെ വീണ്ടും അത് വരും. അപ്പോൾ അതിനൊരു മാറ്റം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് 2-3 സാധനം വെച്ചിട്ട് സിമ്പിളായിട്ട് ഒരു സാധനം ചെയ്താൽ അത് നിങ്ങൾ ഡെയിലി നിങ്ങൾ കിടക്കാൻ നേരത്ത് ഇത് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ചേഞ്ചസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പം നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, നമുക്കിത് റെഡിയാക്കാനായിട്ട് 2 സാധനങ്ങൾ മാത്രം മതി. അപ്പം ഒന്നാമത്തെ സാധനം എന്നാണ് വാസ്ലിൻ. ഇത് ഓൾമോസ്റ്റ് എല്ലാവരും വീട്ടിൽ കാണുന്ന ഒരു സാധനമായിരിക്കും ഈ ഒരു വാസ്ലിന്. ഇത് ഏതെങ്കിലും ഒരു വാസ്ലിൻ എടുത്താൽ മതിയാവും. അപ്പം ഞാൻ എടുക്കുന്നത് ഈ ഒരു വാസ്ലിനാണ്. അപ്പം ഈ ഒരു വാസ്ലിൻ നമുക്കത് വേണം. അതുപോലെ തന്നെ നമുക്കൊരു ഹാഫ് പോർഷൻ ലെമണും വേണം. പിന്നെ നമുക്കൊരു പാത്രം വേണം, ഇട്ട് മിക്സ് ചെയ്യാം. ഇത്രേ ഉള്ളൂ സംഭവം, വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. അപ്പം ആദ്യം നമുക്ക് ഈ കുറച്ച് വാസ്ലിൻ നമുക്കൊരു ചെറിയൊരു പാത്രം എടുക്കുക, അതിലേക്ക് കുറച്ച് വാസ്ലിൻ ഇടുക. അതിനുശേഷം ഈ ഒരു ഹാഫ് ലെമൺ ഇല്ല അതിൻ്റെ കുറച്ച് ഒഴിക്കുക, നല്ല രീതിക്ക് അത് മിക്സ് ചെയ്യുക. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരും. സോ ഗൈസ്, ഞാൻ മിക്സ് ചെയ്തപ്പം ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടുന്നത്. ഇത് കണ്ടില്ല, കറക്റ്റ് മെഴുക് പോലിരിക്കും. ഈ ഒരു ഭാഗമാണ്. പിന്നെ അത് മിച്ചം വരുന്ന നാരങ്ങ നീരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ഊറ്റിക്കളയാവുന്നതാണ്. അപ്പം ഇതാണ് സാധനം. ഇപ്പം ഇതൊരു 2-3 ദിവസത്തേനുള്ളതാണ് ഇപ്പം ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്കൊരു ഒരാഴ്ചയ്ക്കൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ എല്ലാ ദിവസവും ഇത് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിലൊക്കെ 1 വീക്ക് ഒക്കെ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. ഇത് ഫ്രിഡ്ജിൽ വെക്കണമെന്നൊന്നുമില്ല, വെളിയിൽ വെച്ച് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഇതെന്നും രാത്രിയിലാണ് യൂസ് ചെയ്യേണ്ടത്. അതായത് നമ്മൾ എന്നും കിടക്കാൻ നേരത്തിന് തൊട്ട് മുന്നേ കാല് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ 2 കാലിൽ അല്ലെങ്കിൽ എവിടെയാണ് നിങ്ങൾക്ക് ഡ്രൈ വരുന്നത്. ഇപ്പോൾ ചിലർക്ക് കൈമുട്ടിലൊക്കെ ആയിരിക്കും, അപ്പോൾ അവിടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. മിക്കപ്പോഴും എല്ലാവർക്കും കാലിലായിരിക്കും പ്രശ്നങ്ങൾ വരിക. അപ്പം 2 കാലിലും നല്ല രീതിക്ക് ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾ ഒരു സോക്സ് ഉപയോഗിച്ച് കിടന്നുറങ്ങാവുന്നതാണ്. അപ്പം ഇങ്ങനെ 1 വീക്ക് കണ്ടിന്യൂസ് നിങ്ങളിത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ റിസൾട്ട് അറിയാനായിട്ട് സാധിക്കും. നിങ്ങൾക്കത് വിസിബിൾ ആയിട്ടുള്ള റിസൾട്ട് ആയിരിക്കും കേട്ടോ. ഇപ്പോൾ കാലിൻ്റെ വിണ്ട് കീറൽ കൊണ്ടും അതുപോലെ കാലിൻ്റെ ഡ്രൈനസ് കൊണ്ടും നമുക്ക് ഇഷ്ടപ്പെട്ട ചെരുപ്പൊന്നും ഇടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ചെരുപ്പുകളൊക്കെ വാങ്ങിച്ച് വെക്കും, പക്ഷേ അത് കാലിൻ്റെയൊക്കെ പ്രശ്നം കാരണം നമുക്കൊരു കോൺഫിഡൻസ് ഇല്ലായ്മയൊക്കെ വരും. അപ്പം ഇനി അങ്ങനെയല്ല, നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇഷ്ടമുള്ള ചെരുപ്പൊക്കെ ഇട്ടുകൊണ്ട് നിങ്ങൾക്ക് പുറത്ത് പോകാം, ഒരു പ്രശ്നങ്ങളില്ല. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് പറയാം കേട്ടോ.